എക്സിബിഷൻ കാണിച്ചുകൊണ്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൂർ ഗൈഡായ ഒലിവിയ കാണാൻ വന്നവർക്ക് ഹോളിവുഡിനെ പറ്റി ബ്രീഫായ ഒരു വിവരണം കൊടുക്കുന്നുണ്ട്. ഇവരൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആരാണെന്നറിയാമോ? ഹെൻറിയും ജെയിംസുമോ? ഇവരാരാണ്? മിനിയൻസ് ആണെന്ന് മനസ്സിലായി, പക്ഷെ ഇവരെ പറ്റി കേട്ടിട്ടേ ഇല്ല. കാണികൾ ഒരുപോലെ പറഞ്ഞു. ഇവരെ പറ്റി കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞു തരാം ഇവരാരാണെന്ന്. ഇപ്പോഴുള്ള ഹോളിവുഡ് ഇങ്ങനെയാക്കിയത് ഇവരല്ലേ? നിങ്ങൾക്ക് കേൾക്കണോ ആ കഥ? മിനിയൻസിനെ പറ്റിയാണ് നമ്മുടെ കഥ. മിനിയൻസ് എപ്പോഴും ഏതെങ്കിലും ഒരു വില്ലനെ മാസ്റ്റർ ആക്കി വെച്ച് അവർക്ക് വേണ്ടി എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കും. മിനിയനായുള്ള ജെയിംസിന് പക്ഷേ ഇതിനേക്കാളൊക്കെ ഇഷ്ടം എന്തെങ്കിലും കഥ എഴുതാനും ചിത്രം വരയ്ക്കാനുമാണ്. ഇപ്പൊ ഇവര് പുതിയൊരു മാസ്റ്ററിനെ കണ്ടുപിടിച്ചു. നമുക്ക് തൽക്കാലത്തേക്ക് മിനി ഹൾക്ക് എന്ന് വിളിക്കാം അല്ലേ? അപ്പോ ഈ പുള്ളി എല്ലാത്തിലും എന്തെങ്കിലും നാശം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവനെ തന്നെ ഇവര് മാസ്റ്റർ ആക്കി വെച്ചത്. എന്നാ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് നമ്മുടെ ജെയിംസ് ഒരു ക്യൂബിക് റൂബ് ഇതിനു വേണ്ടി ഉണ്ടാക്കി വെച്ചു. പക്ഷെ ആ റൂബ് ഇത് നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് അതിന്റെ കാലിൽ മുള്ളു കൊള്ളുന്ന പോലെ ഈ ക്യൂബ് കൊള്ളുകയും ചെയ്തു. അവസാനം അക്കിടി പറ്റി നമ്മുടെ ഈ മിനി ഹൾക്കുണ്ടല്ലോ, പുള്ളി പലതരത്തിലെ പണികളും കിട്ടി അവസാനം മുള്ളുകളുള്ള ഒരു സ്ഥലത്തേക്ക് പോയി വീണു. അങ്ങനെ ആ മാസ്റ്ററിനെ നമ്മുടെ മിനിയൻസിന് നഷ്ടപ്പെട്ടു. അടുത്ത മാസ്റ്ററിനെ കണ്ടുപിടിക്കാനായി ഇവർ യാത്ര തുടങ്ങി. പക്ഷെ മിനിയൻസില് വേറെ ആർക്കും നമ്മുടെ ജെയിംസിനെ ഇഷ്ടമല്ല. ഹെൻറി മാത്രമാണ് ഇവന്റെ കൂടെ ഇപ്പൊ കൂടിയത്. കാരണം ഇവൻ ചെയ്തതെല്ലാം ഹെൻറിക്ക് ഒരു തമാശ പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അന്ന് തൊട്ട് നമ്മുടെ ജെയിംസും ഹെൻറിയും ഭയങ്കര സുഹൃത്തുക്കളാണ്. പിന്നീട് ഇവര് അടുത്ത മാസ്റ്ററിനെ കണ്ടുപിടിക്കാനുള്ള പോക്കായിരുന്നു കേട്ടോ. ആ പോക്ക് നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു മാന്ത്രികൻ ആയിരുന്നു. ഈ മാന്ത്രിക ജാലക്കാരനായിട്ടുള്ള ആളുടെ അടുത്ത് ഒരു സ്പെൽ ബുക്ക് ഉണ്ടായിരുന്നു. ഈ സ്പെൽ ബുക്ക് വെച്ച് മോൺസ്റ്റേഴ്സിനെ ഇത് വിളിച്ചു വരുത്തും. അങ്ങനെ നമ്മുടെ മിനിയൻസിനെ ആ റൂം ക്ലീൻ ചെയ്യാൻ ഏൽപ്പിച്ച് ഈ പുള്ളി അവിടെ നിന്ന് പോയി. ആ സമയത്ത് ഹെൻറി ഒരു ക്യൂട്ടായിട്ടുള്ള മുയൽ മോൺസ്റ്ററിനെ കണ്ടപ്പോൾ അതിനെ വിളിച്ചു വരുത്താനായി നമ്മുടെ ജെയിംസിന്റെ സഹായം തേടി. ആ മുയൽ മോൺസ്റ്ററിനെ ഇവര് വിളിച്ചു വരുത്തി. പക്ഷെ അതിന്റെ കണ്ണില് ലേസർ ആയിരുന്നേ. ആ ലേസർ ഉപയോഗിച്ച് അവിടെ ഫുൾ അത് നശിപ്പിച്ചു. അതിന്റെ കൂടെ ആ മാന്ത്രികനെയും ഇല്ലാതാക്കി കളഞ്ഞു. അങ്ങനെ സ്പെൽ ബുക്കിലെ മന്ത്രം ഉപയോഗിച്ച് ആ മോൺസ്റ്ററിനെ ഇവര് പറഞ്ഞയച്ചെങ്കിലും ആ സ്ഥലം ഫുള്ള് നാശമായി. വീണ്ടും ഇവർക്ക് ഒരു മാസ്റ്ററിനെ നഷ്ടപ്പെടുകയും ചെയ്തു. അവിടെ വെച്ച് ഇവർക്ക് മറ്റൊരു സുഹൃത്തിനെ കിട്ടി, എഡിന്റെ പക്ഷെ ചെവി കേൾക്കില്ല. ഇവര് മൂന്നുപേരും അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. ബാക്കി മിനിയൻസിനൊന്നും ഇവരെ ഇഷ്ടമേ അല്ലായിരുന്നു. പതിവ് പോലെ ഇവര് അടുത്ത മാസ്റ്ററിനെ തിരക്കിയിറങ്ങി. പക്ഷെ എഡ് ആ സ്പെൽ ബുക്ക് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു മമ്മിയുടെ അടുത്ത് പോയി. ആ മമ്മിയെ ഇവരില്ലാതാക്കി കളഞ്ഞു. പിന്നെ ഒരു പൈററ്റിന്റെ അടുത്ത് പോയി. പൈററ്റിനെ ഇവര് അബദ്ധത്തില് കടലിലേക്ക് എടുത്തിട്ടു. പിന്നെ കിങ്, അങ്ങനെ കുറെ സ്ഥലത്ത് ഇവര് അലഞ്ഞു തിരിഞ്ഞു നടന്നു. ഇവരാരെയൊക്കെ മാസ്റ്റർ ആക്കി വെക്കുന്നോ അവർക്കൊക്കെ പണി കിട്ടും. അങ്ങനെ ഇവരുടെ ഗ്രൂപ്പിലെ തലവനായിട്ടുള്ള ഡിക്ക് നമ്മുടെ ജെയിംസിനോടും ഹെൻറിയോടും മാറിക്കിടക്കാൻ ആവശ്യപ്പെടുവാണ്. ജെയിംസിനും ഹെൻറിക്കും അത് തന്നെയാണ് ഇഷ്ടം. ബാക്കി മിനിയൻസ് എല്ലാം ഉറങ്ങുമ്പോൾ ഇവന്മാര് കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം ആവട്ടെ ഡിക്ക് വന്ന്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു മാസ്റ്ററിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇവരോട് വഴക്കായി. അങ്ങനെ ഹെൻറി പോയിട്ട് അവനെ പോയിടിച്ചു. എഡ് ഈ പ്രശ്നം തീർപ്പാക്കാൻ വന്ന് എഡ് പോയിട്ട് വീണ്ടും ഡിക്കിനെ ഇടിച്ചു. അങ്ങനെ അവിടെ ഒരു കൂട്ടത്തല്ല് നടക്കുവാണ്. അപ്പോ ആ കുതിരപ്പുറത്തൊരു കള്ളൻ പോകുന്നു. ദേ നമ്മുടെ പുതിയ മാസ്റ്റർ പോകുന്നെന്നും പറഞ്ഞ് മിനിയൻസ് നേരെ ആ കള്ളന്റെ പിറകെ വച്ചു പിടിച്ചു. അങ്ങനെ ആ കള്ളന്റെ പിന്നാലെ ഉണ്ടായിരുന്ന പോലീസുകാരെയൊക്കെ തട്ടിയിട്ട് കള്ളന്റെ പിന്നാലെ ഇവര് പോകുമ്പോ കള്ളൻ വിചാരിക്കുന്നത് ഇവർ ആ പോലീസുകാരുടെ ആൾക്കാരാന്നാ. ഈ പോലീസുകാർ കള്ളനെ പിടിക്കാതിരിക്കാൻ വേണ്ടി പുള്ളി കയറിയിട്ടുണ്ടായിരുന്ന ട്രെയിൻ രണ്ടാക്കി നമ്മുടെ മിനിയൻസ് മാറ്റി. അങ്ങനെ ആ ട്രെയിനും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവാണ്. കള്ളൻ ഇവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഹെലികോപ്റ്ററിൽ ചാടാൻ പോയപ്പോഴോ കുറച്ച് മിനിയൻസ് ഈ കള്ളന്റെ പിന്നാലെ ഹെലികോപ്റ്ററിൽ കയറി, കുറച്ചു പേര് ആ ഒരു ട്രെയിനിലും. അങ്ങനെ ഈ കള്ളൻ പോയിട്ട് നേരെ ടൗണിൽ വീണു. ടൗണിൽ പോയിട്ടും മിനിയൻസ് വിടുന്നില്ല. ഇവിടെ ട്രെയിൻ ആണെങ്കിൽ പോയി റെയിൽപാളത്തിൽ നിന്നൊക്കെ റോട്ടിലേക്ക് ചാടി. അങ്ങനെ ഈ റോട്ടിലുണ്ടായിരുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താനായിട്ട് മിനിയൻസ് കഷ്ടപ്പെടുമ്പോൾ ഇവിടെ അതിന്റെ ഇടയ്ക്ക് ഈ കള്ളന്റെ പിന്നാലെ പോയവര് ചാർലി ചാപ്ലിൻ സിനിമ, അങ്ങനെ കുറെ സിനിമകളുടെ ലൊക്കേഷൻ വഴിയൊക്കെ മുന്നോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ കള്ളന്റെ പിന്നാലെ പോയ മിനിയൻസും നമ്മുടെ ട്രെയിനിലുണ്ടായിരുന്ന മിനിയൻസും എല്ലാവരും കൂടി ഒരിടത്താണ് അവസാനം ഒത്തുകൂടുന്നത്. അവിടെ വെച്ച് ആ മിനിയൻസിനെയും കള്ളനെയും ഈ ട്രെയിൻ കൊണ്ട് ഇവർ ഇടിക്കാനായിട്ട് നോക്കിയെങ്കിലും ഫ്രണ്ടിലേക്ക് ഒരാൾ എടുത്തു ചാടി നിർത്തടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഈ ട്രെയിൻ ബ്രേക്ക് പിടിച്ച് ഒരുവിധം നിർത്തി. എല്ലാ കാര്യങ്ങളും സെറ്റായെന്ന് വിചാരിക്കുമ്പോഴല്ലേ കാര്യം മനസ്സിലാവുന്നത്. ശരിക്കും അതൊരു ഫിലിം ലൊക്കേഷൻ ആയിരുന്നു. അതിന്റെ ഡയറക്ടറായ മാക്സ് ആണിത്. മാക്സ്, നിങ്ങൾ എന്റെ പൈസ ഫുള്ള് കളഞ്ഞല്ലോ, എല്ലാം ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ പൊക്കോണം, ഇനി നമ്മൾ എന്തോ എടുത്ത് ഫിലിം മേക്ക് ചെയ്യും, പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഞാൻ എന്തു പറയും എന്നും പറഞ്ഞ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ബ്രൈറ്റ് ബ്രദേഴ്സിന്റെ അടുത്ത് കാര്യം അവതരിപ്പിക്കാനായി മാക്സ് പോയി. സത്യം പറഞ്ഞ ഇതൊന്നും ഞാൻ വിചാരിച്ചതല്ല, എനിക്ക് എന്താ അവിടെ സംഭവിച്ചെന്ന് അറിയില്ല, നീ എന്തായാലും എടുത്തു വെച്ചത് കാണിക്കടേ എന്നായി അവര്. അങ്ങനെ ഫിലിം ഇതുവരെ എടുത്തത് എന്താണോ അത് പ്ലേ ചെയ്യാനായിട്ട് മാക്സ് പറയാണ്.
ഫിലിം തുടങ്ങുമ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. മിനിയൻസ് വന്നപ്പോ തൊട്ട് മാക്സിന്റെ നെഞ്ചിടിപ്പ് കൂടി. ഇവരെന്തു പറയുമെന്ന് അറിയില്ലല്ലോ. പക്ഷേ സീരിയസ്ലി അപ്രതീക്ഷിതമായിട്ട് ബ്രൈറ്റ് ബ്രദേഴ്സിനെ മിനിയൻസിനെ അങ്ങ് പിടിച്ചു. ഇവരെ വെച്ച് ഫിലിം എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഹിറ്റ് ആവും, നീ പോയിട്ട് അവരെ കണ്ടുപിടിച്ചിട്ട് വായെന്ന് ബ്രദേഴ്സ് പറയാണ്. അങ്ങനെ മാക്സ് അപ്പൊ തന്നെ നമ്മുടെ മിനിയൻസിനെ തിരക്കി ടൗണാന്തരം അങ്ങനെ കറങ്ങി നടക്കാനായി തുടങ്ങി. എന്നാ അവന്മാരെ കണ്ടുകിട്ടുവോ? ഇയാൾ ഇവിടെ തിരക്കിടക്കുന്ന സമയത്ത് നമ്മുടെ മിനിയൻസ് ആവട്ടെ കാണുന്ന എല്ലാവർക്കും എന്തെങ്കിലും പണി കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് നമ്മുടെ മിനിയൻസിനെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുന്ന കറക്റ്റ് സമയത്താണ് മാക്സ് ഇവന്മാരെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ അവരിൽ നിന്നൊക്കെ നമ്മുടെ മിനിയൻസിനെ രക്ഷപ്പെടുത്താനായിട്ട് മാക്സ് ഒരു വണ്ടിയും കൊണ്ടുവന്ന് ഇവന്മാരെയും കൊണ്ട് അവിടെ നിന്നങ്ങ് ലെഫ്റ്റ് ആയി. ഇവർക്ക് പഴമൊക്കെ കൊടുത്തു, കാരണം നമ്മുടെ മിനിയൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് പഴമാണല്ലോ. അങ്ങനെ മാക്സ് ഇവരെ പരിചയപ്പെടുകയാണ്. എല്ലാ മിനിയൻസും അവരുടെ പേരൊക്കെ പറഞ്ഞു. അങ്ങനെ മാക്സ് ഇവരുടെ അടുത്ത് കാര്യം അവതരിപ്പിക്കുകയാണ്. ഞാനൊരു ഫിലിം ഡയറക്ടറാണ്, നിങ്ങളെ ഞാൻ സിനിമയിൽ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. സിനിമയോ? അതെന്തായാലും ജെയിംസ് ചോദിച്ചു. അത് സ്റ്റോറി നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. സ്റ്റോറി എന്ന് കേട്ടപ്പോഴേ ജെയിംസ് അതിൽ വീണു, ഹെൻറി കൂടെ സപ്പോർട്ടായിട്ടും. അങ്ങനെ ഇവന്മാരെയും കൊണ്ട് നമ്മുടെ മാക്സ് നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി. അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ട് നമ്മുടെ മിനിയൻസ് ആകെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. മാക്സ് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇവർക്ക് വിവരിച്ചു കൊടുത്തു. അപ്പോൾ ഇതിലാണോ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നേ? ജെയിംസിന് ഭയങ്കര ആകാംക്ഷ. എന്നാൽ ഡിക്ക് വേണ്ട എന്ന് പറയുമ്പോഴും ബാക്കി മിനിയൻസ് വേണ്ട നമുക്ക് ഇത് തന്നെ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ മാക്സ് ഇവരുടെ അടുത്ത് പറഞ്ഞു, ഈ കാട്ടാളന്മാർ നിങ്ങളെ ഇടിക്കാൻ വരും, നിങ്ങൾ അവരെ എങ്ങനെ നേരിടുന്നു അത് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് നിങ്ങളെ ഫിലിമിനെ അഭിനയിപ്പിക്കാന്ന് പറയുന്നു. മിനിയൻസിന് ആദ്യം കാര്യം പിടിയിട്ടില്ല, പക്ഷെ ഇവന്മാരിൽ ഒരാളെ തൊട്ട് കഴിഞ്ഞാൽ അവന്മാർ ഏറി മേയും. അങ്ങനെ ആ കാട്ടാളന്മാരായിട്ട് അഭിനയിക്കാൻ വന്നവരുടെ വിത്തും പരിപ്പും അവർ വേറെയാക്കി. ഇത് നമ്മുടെ മാക്സിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. നിങ്ങൾ തന്നെയാണ് എന്റെ അടുത്ത ഫിലിമിലെ സ്റ്റാർസ് എന്ന് പറഞ്ഞു പുള്ളി അപ്പൊ തന്നെ ഇവർക്ക് വാക്കും കൊടുത്തു. പിന്നീട് അങ്ങോട്ട് വെച്ചടി കയറ്റായിരുന്നു. നമ്മുടെ മിനിയൻസിനെ വെച്ചിട്ടുള്ള സിനിമകള്, ഷോസ്, എന്തിനേറെ പറയാനായിട്ടാ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹോളിവുഡില് ഫാൻസ് ഉള്ളത് നമ്മുടെ മിനിയൻസിനാണെന്നേ. എത്ര അവാർഡാ ഇവര് വാരിക്കൂട്ടിയെന്നറിയാമോ? എത്ര ഫാൻസ് ഇവർക്കുള്ളതെന്നറിയാമോ? ഇവർക്കൊരു കൊട്ടാരം തന്നെ ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. എവിടെ പോയാലും ഇവര് മാത്രം, ഇവരുടെ കോസ്റ്റ്യൂം വരെ വൈറലാ. ആ വള്ളി ട്രൗസർ കോസ്റ്റ്യൂം ഇല്ലേ, അത് തന്നെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് നമ്മുടെ ജെയിംസ് ആവട്ടെ നമ്മുടെ അസിസ്റ്റന്റ് ആയിട്ട് മാക്സിന്റെ കൂടെ വർക്ക് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജെയിംസിൽ ഇതിന് ഭയങ്കര കഴിവാണ്, നിനക്കൊരു സമയം ഒരു ഡയറക്ടറായിട്ട് ഓസ്കാർ വരെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് എന്നൊക്കെ മാക്സ് ഒരു ദിവസം നമ്മുടെ ജെയിംസിന്റെ അടുത്ത് പറയണ്ടായി. ജെയിംസിന് ഇത് കേട്ട് പിന്നെ നിൽക്കുക പൊറുതിയില്ല. ഓസ്കാറോ എനിക്കോ അങ്ങനെയൊക്കെ കിട്ടുമോ എന്നായി നമ്മുടെ ജെയിംസ്. അവൻ എങ്ങനെയെങ്കിലും ഒരു സിനിമ എടുക്കണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി. ആ ഇടയ്ക്കാണ് ബ്രൈറ്റ് ബ്രദേഴ്സ് ഒരു കാര്യം കൊണ്ടുവരുന്നത്. ഇത്രയും നാള് നമ്മള് ശബ്ദമില്ലാത്ത സിനിമയിലെ എടുത്തത്, ഇനി നമുക്ക് ശബ്ദമുള്ള സിനിമ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മുടെ ഹെൻറിക്ക് അടുത്ത സിനിമയിൽ ഡയലോഗ് കൊടുത്തു. എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? മിനിയൻസിന് ഇവര് പറയുന്ന ഡയലോഗുകൾ കറക്റ്റ് പറയാൻ പറ്റുന്നില്ല. ജെയിംസ് വായി തോന്നിയത് ഓരോന്നൊക്കെ പറയും, അത് ചിലപ്പോ സന്ദർഭത്തിന് ചേരുകയേ ഉണ്ടായില്ല. അങ്ങനെ ആ ശബ്ദത്തിന്റെ പുറത്തെടുത്ത സിനിമകളൊക്കെ ഒറ്റയ്ക്കടിക്ക് പടക്കം പൊട്ടുന്ന പോലെ അങ്ങോട്ട് പൊട്ടി. ഇവരിലുണ്ടായിരുന്ന വിശ്വാസം നമ്മുടെ ബ്രൈറ്റ് ബ്രദേഴ്സിനും പോയി. അങ്ങനെ എത്രയും പെട്ടെന്ന് മിനിയൻസിനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം, ഇവരെ കൊണ്ട് ഇനി സിനിമ എടുക്കണ്ട, ഞങ്ങൾക്ക് വൻ നഷ്ടമാ വരുന്നത് എന്നും പറഞ്ഞ് നമ്മുടെ മിനിയൻസിനെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് മാക്സിന്റെ അടുത്ത് ബ്രൈറ്റ് ബ്രദേഴ്സ് പറയാണ്. ജെയിംസിന്റെ ഓസ്കാർ സ്വപ്നത്തിനെ പറ്റി അവൻ പറഞ്ഞപ്പോ, ഓസ്കാറുമായിട്ട് നിനക്കൊരു കുഞ്ഞു അവാർഡ് പോലും കിട്ടില്ല, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോണം എന്നവര് പറഞ്ഞു. മാക്സിന് ഭയങ്കര വിഷമായിരുന്നു, പ്രത്യേകിച്ച് ഹെൻറിയെയും ജെയിംസിനെയും പിരിയാനായിട്ട്. നിങ്ങൾക്ക് ഭയങ്കര കഴിവുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെ എപ്പോഴും ഉണ്ടാവണം, ആ കഴിവ് യൂസ് ചെയ്ത് നിങ്ങൾ ഒരു സമയത്ത് ഗ്രേറ്റ് ആവും എന്നൊക്കെ മാക്സ് പറഞ്ഞു. അങ്ങനെ മിനിയൻസ് അവരുടെ വീട്ടിൽ പോയി നോക്കുമ്പോൾ അതും ഇവര് പൂട്ടിക്കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരുമില്ലാത്ത ഒരു പഴയ ബിൽഡിങ്ങില് അന്ന് രാത്രി ഉറങ്ങാൻ വേണ്ടി ഇവര് തീരുമാനിക്കുകയാണ്. എന്നാൽ ജെയിംസിന്റെയും ഹെൻറിയുടെയും കാരണമാണ് ഇതൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞ് ഡിക്ക് ഇപ്പോഴും ഇവരെ കുറ്റപ്പെടുത്താൻ മറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരിടത്ത് ഉറങ്ങുമ്പോൾ നമ്മുടെ ജെയിംസിനാണെങ്കിൽ ഈ സിനിമ എന്ന സ്വപ്നത്തിൽ നിന്ന് പുറത്തു വരാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് രാത്രി ഫുള്ളിരുന്ന് അവൻ പെയിന്റ് അടിക്കും. അങ്ങനെ അവനൊരു ഐഡിയ വരും, മോൺസ്റ്റേഴ്സിനെ നേരിടുന്ന മിനിയൻസ്, അങ്ങനെ ഒരു തീമിലൊരു സിനിമ ഉണ്ടാക്കിയ സൂപ്പർ ഹിറ്റ് ആയിരിക്കും. രാവിലെ ആകുമ്പോഴേക്കും അവൻ അതിന്റെ പണിയെല്ലാം കഴിച്ച് ഹെൻറിയെ കൊണ്ടുവന്ന് കാര്യം കാണിച്ചു. ആശയം ഹെൻറിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഡിക്കും കൂട്ടരും ഇല്ല ഇനി ഇതിന് സമയം കളയാനില്ല എന്ന് പറഞ്ഞ് ഇവന്റെ സ്വപ്നത്തിന് കൂട്ടു നിൽക്കില്ലെന്ന് പറഞ്ഞു. എഡ് മാത്രം ഇവരുടെ കൂടെ നിന്നു. ബാക്കി മിനിയൻസ് എല്ലാം അവിടെ നിന്ന് പോവുകയും ചെയ്തു. നമ്മൾ മതിയടാ കാര്യങ്ങൾ തീർക്കാനെന്നും പറഞ്ഞ് ഇവര് മൂന്നുപേരും പിന്നെ സിനിമ എടുക്കാനായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ആ കഥ അവര് മാക്സിനെ കാണിച്ചു. മാക്സിന് കാര്യമൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത്രയും വലിയ മോൺസ്റ്റേഴ്സിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതെങ്ങനെ ഉണ്ടാക്കും, ക്രൂ ഇല്ല, ക്യാമറ ഇല്ല,
ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ മാക്സ് പണ്ട് മാക്സിന്റെ അച്ഛൻ പുള്ളിക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്ന ക്യാമറ ഇവർക്ക് ഗിഫ്റ്റ് കൊടുത്തു. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോണം, ഒരു സിനിമ അടിപൊളിയായിട്ട് എടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നും പറഞ്ഞ് മാക്സ് ഇവരെ വിഷ് ചെയ്ത് അവിടെ നിന്ന് പോയി. ഇതുകൂടി കേട്ടപ്പോ ക്യാമറ കിട്ടിയല്ലോ, നമ്മുടെ ജെയിംസ് സെറ്റാക്കി. അപ്പോഴാണ് എഡ് അന്ന് അവൻ എടുത്തോണ്ട് വന്ന സ്പെൽ ബുക്ക് എടുത്തോണ്ട് വന്നത്. സ്പെൽ ബുക്കിൽ നിന്ന് മോൺസ്റ്ററിനെ ഉണ്ടാക്കാലോ. ഇത്രയും നേരം ഒലിവിയ കഥ പറഞ്ഞത് കേട്ട് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഡിക്കും കൂട്ടരോടെ ഡിക്കും കൂട്ടരും അടുത്ത വില്ലൻ മാസ്റ്ററിനെ തിരക്കി പോകുന്നതിന്റെ ഇടയ്ക്കാണ് ഡോർട്ട് എന്ന് പറയുന്ന ഒരു റോബോട്ട് ഏലിയനെ കാണുന്നത്. ആദ്യം നമ്മൾ വിചാരിക്കും അത് വേഷം കെട്ടലാണെന്ന്. അല്ലായിരുന്നേ, പുള്ളി ശരിക്കും ഒരു ഏലിയൻ തന്നെയായിരുന്നു, റോബോട്ടിന്റെ രൂപത്തിലുള്ളത്. അതെങ്ങനാ മനസ്സിലാവുന്നതെന്നറിയാമോ? അവിടെ കുറച്ച് ഗുണ്ടകൾ വന്നപ്പോ അവൻ പോലും അറിയാതെ അവൻ ഇവരെ ഇടിച്ചിട്ടു. ഇത് കണ്ടതും നമ്മുടെ ഡിക്കും കൂട്ടരും ഫ്ലാറ്റ് ആയില്ലേ. അങ്ങനെ ഡോർട്ടിനെ ഇവരുടെ മാസ്റ്റർ ആക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. ഡോർട്ടാണെങ്കിലോ എർത്തിനെ ഇൻവേഡ് ചെയ്യണം എന്നും പറഞ്ഞാൽ നടക്കുന്നേ. കുറച്ച് അസിസ്റ്റൻസിനെ കിട്ടിയ കാര്യമായല്ലോ എന്നും പറഞ്ഞ് ഡോർട്ട് ഇവരെയും കൂടെ കൂട്ടി. ഇതേ സമയം നമ്മുടെ മൂവർ സംഘം ഒരു വലിയ നീരാളി രാക്ഷസനെ വിളിച്ചു വരുത്താനുള്ള സ്പെൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആബ്രകഡാബ്ര. പക്ഷെ വന്നതോ ഒരു ഇച്ചിരി കുഞ്ഞ മോൺസ്റ്റർ. അയ്യേ, ഇവനെ വെച്ച് നമ്മൾ എന്തോ ചെയ്യാനാ? ഇതാണോ ആ വലിയ നീരാളി മോൺസ്റ്റർ? അങ്ങനെ കാര്യം ഇവർ ആ മോൺസ്റ്ററിന്റെ അടുത്ത് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടിയിരുന്നത് വലിയ ഒരു രാക്ഷസനെയാണോ? എന്തിനു വേണ്ടിയാ? ദേ സിനിമയ്ക്ക് വേണ്ടി എന്ന് ജെയിംസ് പറഞ്ഞു കൊടുത്തു. എന്റെ ഫ്രണ്ട്സിനെ വിളിക്കാം, അവര് ഇതിന് സെറ്റ് ആയിരിക്കും. നിങ്ങൾ എന്റെ കൂടെ വാ, ഞാൻ അവരെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഗൂമി എന്ന മോൺസ്റ്റർ നമ്മുടെ മൂവർ സംഘത്തെ വിളിച്ചുകൊണ്ട് പോവാണ്. പക്ഷെ ഹെൻറിക്ക് ഒരു ചെറിയ ഡൗട്ട്. ഇതേ സമയം ഡോർട്ട് നമ്മുടെ മിനിയൻസിനെ കൂട്ടി അപ്പാർട്ട്മെന്റിലേക്ക് പോയി. കാര്യമെർത്തിനെ ഇൻവൈഡ് ചെയ്യാൻ നടക്കുന്നവനാണെങ്കിലും അവിടെയുള്ള ഒരു അമ്മാമ്മയെ ഇവന് ഒടുക്കത്ത പേടിയാണ്. അവര് ചിലപ്പോ എന്നെ തിന്നുകളയും എന്നാണ് ഡോർട്ട് പറയുന്നത്. ദേ ഇവനാണ് എന്റെ റൂംമേറ്റ് ഫ്ലോയിഡ്. ഇവൻ അധികം ഒന്നും സംസാരിക്കില്ല. ഞാൻ എന്തായാലും എങ്ങനെ എർത്തിനെ ഇൻവൈഡ് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യട്ടെ എന്നും പറഞ്ഞ് മിനിയൻസിനെ പറ്റിച്ച് നമ്മുടെ ഡോർട്ട് നേരെ ടോയ്ലറ്റിലോട്ട് അങ്ങ് കയറി. ഓക്കെ, നമ്മുടെ മോൺസ്റ്റർ പ്ലാൻ ചെയ്യട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മിനിയൻസ് അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവര് ഫ്ലോയിഡിനെ ചുമ്മായിട്ട് ചൊറിയാനും തുടങ്ങി. ഇതേ സമയത്ത് നമ്മുടെ പിള്ളേരാവട്ടെ ഗൂമിയുടെ ഒപ്പം ഒരു ഐലൻഡിലേക്ക് പോവാണ് ആ ഒരു മോൺസ്റ്റേഴ്സിനെ എടുക്കാനായിട്ട്. അപ്പോഴാണ് ഒരു സ്രാവ് വരുന്നത്. ആ സ്രാവ് പിടിക്കാൻ വന്ന ഇച്ചിരി കുഞ്ഞൻ ജീവി ഇവര് രക്ഷപ്പെടുത്തി. ആ സ്രാവ് ഇവരുടെ ബോട്ട് നശിപ്പിച്ചു. ദേ കറക്റ്റ് സമയത്ത് ഗൂമി വലിയ വായിൽ അങ്ങോട്ട് ഒച്ച എടുക്കാൻ തുടങ്ങി. സ്രാവ് വരെ പേടിച്ചു പോയി. ഇവർ ആ ഐലൻഡിൽ എന്തായാലും എത്താനായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറെ നേരത്തെ ആലോചനയ്ക്കല്ല ശേഷം നമ്മുടെ ഡോർട്ട് ടോയ്ലറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നു. നമുക്ക് ഇപ്പൊ തന്നെ എർത്തിനെ ഇൻവൈഡ് ചെയ്യണം, വാ പിള്ളാരെ എന്നും പറഞ്ഞ് ജാഥയെ വിളിച്ചു പോകുമ്പോ ആ അമ്മാമ്മ എടാ മിണ്ടാതിരിയടാ എന്ന് പറയുമ്പോ പയ്യെ ജാഥ വിളിച്ചാൽ മതി എന്ന് ഡോർട്ട് പറയുവാണ്. നേരെ പോകുന്നത് എവിടേക്കാ? ചിൽഡ്രൻസ് പാർക്കിലേക്ക്. അവിടെയുള്ള പിള്ളേരുണ്ടാക്കി വെച്ച സാധനങ്ങളെല്ലാം തല്ലി പൊളിച്ചിട്ടാണ് അവൻ എർത്തിനെ ഇൻവൈഡ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോഴാണ് സ്ത്രീ ശാക്തീകരണം എന്നും പറഞ്ഞൊരു ടീം മുന്നോട്ട് പോകുന്നത്. അതിന്റെ നേതാവായിരുന്നു ഡെബി. അയ്യേ, ഈ ഇച്ചിരി പിള്ളേരോട് തല്ലൂടാനായിട്ട് തനിക്ക് നാണമില്ലേടോ എന്ന് ഡെബി നമ്മുടെ ഡോട്ടിനോട് ചോദിക്കുകയാണ്. നിങ്ങളാരാണ്? ഞങ്ങള് സ്ത്രീ ശാക്തീകരണത്തിന്റെ ആൾക്കാരാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ റൈറ്റ്സ് വേണം, വേണ്ടേ? അപ്പൊ ഡോട്ട് പറഞ്ഞു വേണം വേണം, എന്നാ പിന്നെ നിങ്ങൾ എന്റെ കൂടെ പോരെ എന്ന് ഡെബി പറയുകയാണ്. അവർക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഡോട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ ഡെബിയുടെ പിറകെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. അതിന്റെ പിന്നാലെ ആയിട്ട് വുമൻസിന് റൈറ്റ് വേണമെന്നും പറഞ്ഞ് മിനിയൻസും പോയി. ഇതേ സമയം നമ്മുടെ മൂവർ സംഘം ആവട്ടെ ഒരു മഞ്ഞു മൂടിയ സ്ഥലത്തേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇവിടെയാണത്രേ ബാക്കി മോൺസ്റ്റേഴ്സ് ഉള്ളത്. അവിടെ ഒരു കോട്ടയുണ്ട്, അവിടേക്കാണ് ഗൂമി ഇവരെയും കൊണ്ട് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് നമ്മുടെ മിനിയൻസിന്റെ ഹെൽപ്പോട് കൂടി അവിടെ ഉണ്ടായിരുന്ന 2 മോൺസ്റ്റേഴ്സിനെ നമ്മുടെ ഗൂമി മോചിപ്പിക്കുവാണ്. അത് ശരിക്കും ഒരു നീരാളിയും ഒരു സ്രാവുമായിരുന്നു. ഇവരെ കണ്ടപ്പോ തന്നെ മിനിയൻസിനെ തിന്നാനായിട്ട് ആ മോൺസ്റ്റേഴ്സ് വരുവാണ്. ഇവന്മാരുടെ പേരാണ് ഫിലിപ്സും ഹോവാർഡും. എന്നാ നമ്മുടെ ഗൂമി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവരെ നമ്മൾ തിന്നുവല്ല, നമ്മള് മൂവീസിൽ അഭിനയിക്കാനായിട്ടാ പോകുന്നേ, നിങ്ങൾ അതിന് ഇവരെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ആദ്യം ഭൂമിയുടെ പ്ലാൻ മനസ്സിലായില്ലെങ്കിലും ഫിലിപ്സും ഹൊവാർഡും ഓക്കെ എന്നാ ശരി എന്നും പറഞ്ഞ് ഇവരുടെ പിറകെ പോകാൻ തീരുമാനിച്ചു. പക്ഷെ ഹെൻറിക്ക് ഇവരുടെ ഈ പെരുമാറ്റത്തില് ഭയങ്കരമായിട്ടുള്ള ഡൗട്ട് തോന്നുവാണ്. അങ്ങനെ ഇവര് നേരെ മുന്നോട്ട് പോകും തോറും ജെയിംസ് ഇവരെ വെച്ച് കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യാനൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ആവട്ടെ ഡെബിയുടെ പിറകെ പോവാണ് നമ്മുടെ ഡോർട്ട്. അതിന്റെ പിന്നാലെ ആയിട്ട് ഇവനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ മിനിയൻസും ഉണ്ടായിരുന്നു. എന്തായാലും ഡബ്ബിയും ഡോർട്ടും ഇപ്പൊ നല്ല കപ്പിൾസ് ആയിട്ടുണ്ട്.
ഇവര് ഒരു ഡേറ്റിനൊക്കെ പോവുകയും അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം ചുറ്റിക്കറങ്ങി കാണുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു കൂടെ നമ്മുടെ മിനിയൻസ്. ഇവിടെ കാര്യങ്ങൾ നല്ല ലൗലി ആയിട്ട് നടക്കുമ്പോൾ ഇപ്പുറത്താവട്ടെ ആ ഒരു സ്ഥലത്തേക്ക് ഇവർ പണ്ട് സ്പെല്ല് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് പുതിയ മോൺസ്റ്റേഴ്സിനെയും കൂട്ടി നമ്മുടെ മോർ സംഘം വന്നിരിക്കുകയാണ്. ഹെൻറിക്കാണെങ്കിൽ ഇതിനൊന്നും വലിയ താല്പര്യമില്ല, കാരണം അവൻ എന്തൊക്കെയോ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എന്നാൽ ഗൂമി ആവട്ടെ ജെയിംസിനെ വശത്താക്കി വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ബാക്കി മോൺസ്റ്റേഴ്സ് മനുഷ്യരെ തിന്നണ്ടേ ഇവരെ തിന്നണ്ടേ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, ഞാൻ ഇവരെ കാര്യങ്ങളെന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞ് ഗൂമി അവരെയും കൂട്ടി പുറത്തേക്ക് പോയി. എന്നിട്ട് എടാ മണ്ടന്മാരെ, നമുക്ക് ഇവന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഐറിനെയും കൂടെ വിളിച്ചു വരുത്താം. അവള് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൂമി ഫുള്ള് തിന്നു തീർക്കാൻ പറ്റും, എല്ലാത്തിനെയും നശിപ്പിക്കാൻ പറ്റും. അതുവരെ ചുമ്മാ ആക്ട് ചെയ്ത് നിൽക്ക്. ഈ പ്ലാൻ പക്ഷെ ഹെൻറി കേട്ടു. ഹെൻറി ജെയിംസിനോട് പറയാൻ പോകുമ്പോഴേക്കും ഇവന്മാര് ഹെൻറിയെ പിടിക്കാനായിട്ട് പോയി. ഹെൻറി ഇവന്മാരെ കുറെ ഇട്ട് കളിപ്പിച്ചെങ്കിലും അവസാനം ഇവരുടെ ട്രാപ്പിൽ അങ്ങോട്ട് വീഴുകയും ചെയ്തു. അങ്ങനെ ഹെൻറിയുടെ ഒച്ചയും വിളിയും കേട്ട് ജെയിംസും എഡും വന്ന് നോക്കുകയാണ്. പക്ഷെ ഹെൻറി ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഗൂമിയും കൂട്ടനും ഇവരെ പറ്റിച്ചു. ശേഷം നമുക്ക് ഐറിൻ എന്നൊരു മോൺസ്റ്ററിനെ വിളിച്ചു വരുത്താം. ഒരുപാട് കണ്ണുകളുള്ള സ്ലൈം പോലുള്ള അവള് വന്നാൽ നിന്റെ സിനിമ സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ജെയിംസിനെ ഇവർ കൺവിൻസ് ചെയ്യിപ്പിച്ചു. അങ്ങനെ സിനിമയുടെ സെറ്റ് എല്ലാം റെഡിയാക്കി ശരിക്കും അതൊരു സിനിമയിലെ സീൻ പോലെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഗൂമി ജെയിംസിന്റെ അടുത്ത് പറയുകയും ചെയ്തു, ഞാൻ അവളെ വിളിച്ചു വരുത്താമെന്ന്. ആ സ്പെൽ ബുക്ക് ഒന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ജെയിംസ് അത് കൊടുക്കുകയും ചെയ്തു. അതുകൂടാതെ ഹെൻറിയെ പിടിച്ചു കെട്ടി ഐറിൻ വരുമ്പോൾ ഹെൻറിയെ തിന്നുന്ന പോലെ ഒരു ഷോട്ട് എടുത്താൽ സൂപ്പർ ആയിരിക്കും, അതാണെങ്കിലും ഓപ്പണിംഗ് ഷോട്ട് സെറ്റ് അല്ലേ. ജെയിംസ് സമ്മതിച്ചു. ഹെൻറിയുടെ ഇപ്പോഴത്തെ അവസ്ഥയൊന്നും ജെയിംസിന് അറിയില്ല, വാമൂടി കെട്ടി വെച്ചിരിക്കുമല്ലേ. അങ്ങനെ ഫിലിം സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ ഗൂമി സ്പെല്ല് വെച്ച് ഐറിനെ വിളിക്കാനായിട്ട് തുടങ്ങി. കൂടെ ആ രണ്ട് മോൺസ്റ്റേഴ്സും. അങ്ങനെ സ്ലൈം രൂപത്തിലുള്ള ഓറഞ്ച് കളറുള്ള ശരീരം മുഴുവൻ കണ്ണുകളുള്ള ആ വലിയ മോൺസ്റ്റർ ആയിട്ടുള്ള ഐറിൻ അവിടേക്ക് വന്നു. സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ഹെൻറിയെ തിന്നുന്ന സീൻ. ശരിക്കും ജെയിംസ് എക്സൈറ്റഡ് ആയിരിക്കായിരുന്നു. പക്ഷേ ഹെൻറി രക്ഷപ്പെട്ടു അവിടെ നിന്ന്. എന്നിട്ട് വാ മൂടി കെട്ടിയതെല്ലാം പറിച്ചു മാറ്റി, എടാ പൊട്ടാ ജെയിംസ്, ജീവൻ വേണേ ഓടിക്കോടാ, ഇത് നമ്മുടെ തിന്നു കളയോടാ, നീ വേണേ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ജെയിംസിന് കാര്യം മനസ്സിലായത്. അതുകൂടാതെ ഗൂമിയുടെ ഉദ്ദേശവും മനസ്സിലായത്. പക്ഷെ അപ്പോഴേക്ക് ഐറിനെയും ബാക്കി മോൺസ്റ്റേഴ്സിനെയും കൂട്ടി ഗൂമി പുറത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരെല്ലാവരും ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് തുടങ്ങി. നമ്മുടെ ഹെൻറിയെ പിടിക്കാനാണ് ഇവർ പൊക്കോണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഡേറ്റിംഗ്. അപ്പോഴാണ് നമ്മുടെ മിനിയൻസ് ജെയിംസിനെയും ഹെൻറിയെയും എഡിനെയും ഇപ്പുറത്തെ പ്രശ്നം നടക്കുന്നതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട് അത്, അവനെ രക്ഷപ്പെടുത്താൻ ഡോർട്ടെ നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞതും ഡോർട്ട് ഇപ്പോഴോ ഞാനോ വലിയ ചവിട്ടെ എന്നും പറഞ്ഞ് ഒരൊറ്റ ഓട്ടം. പിന്നെ അവന്റെ പൊടി പോലും അവിടെ കാണാൻ പറ്റിയില്ല. കുറച്ച് മിനിയൻസ് അവന്റെ പിന്നാലെ പോയി ഡബ് ചെയ്യും. കുറച്ച് മിനിയൻസ് ആവട്ടെ ഇവന്മാരെ രക്ഷപ്പെടുത്താനായിട്ട് ഇവിടേക്കും വന്നു. ശരിക്കും സെറ്റായിരുന്നു. ഇവന്മാര് കുറെ മോൺസ്റ്റേഴ്സ് ഇവരെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്ക് പോലീസ് വരലായി. പോലീസ് ഈ സ്ലൈം മോൺസ്റ്ററിനെ കണ്ടതും പേടിച്ചോടി. എന്നാൽ പോലീസിന്റെ പീരങ്കിയും തോക്ക് വെടികോപ്പുകളും എല്ലാം എടുത്ത് നമ്മുടെ മിനിയൻസ് ഇവരെ വെടിവെക്കാനായിട്ട് ആരംഭിച്ചു. ബാക്കി മിനിയൻസ് ആവട്ടെ ഡോർട്ടിന്റെ ഡബ്ബിയുടെയും കൂടെ വീട്ടിൽ പോയപ്പോ അവൻ മറ്റൊരു പ്ലാൻ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബാക്കി മിനിയൻസ് ആവട്ടെ ഇവിടെ മോൺസ്റ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ഹെൻറിയെ പിടികൂടിയിട്ട് ഐറിൻ വിഴുങ്ങി. ഇത് നമ്മുടെ ജെയിംസ് കണ്ടു. അവൻ പാലും വണ്ടി എടുത്തോണ്ട് അതിനകത്തോട്ട് അങ്ങ് കയറി. എന്നിട്ട് ഉള്ളിൽ ഹെൻറിയെ തപ്പാനായിട്ട് തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് ഇവന്റെ ഹെഡ്ലൈറ്റ് ഒന്ന് പോയി. അത് റെഡിയാക്കി വരുമ്പോഴേക്കും നമ്മുടെ ഹെൻറിയെ നമ്മുടെ ജെയിംസിനെ കണ്ടുകിട്ടുകയും ചെയ്തു. എന്തായാലും ഇവർ രണ്ടുപേരും ചേർന്ന അറിയാലോ ടമാർ പടാർ. അപ്പോഴേക്ക് ബാക്കി മിനിയൻസ് ഇവന്മാരുടെ ദേഹത്തേക്ക് ഇങ്ങനെ വെടികോപ്പുകളെല്ലാം വെച്ച് പീരങ്കി എല്ലാം വെച്ച് ഫയർ ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഐറിന്റെ ദേഹത്തേക്ക് ഇങ്ങനെ ഒരു ചെറിയ ഓട്ട ഉണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചു. ആ ഹോള് വഴി നമ്മുടെ ജെയിംസ് ഹെൻറി നേരെ പുറത്തേക്ക് എത്തിയെങ്കിലും ഈ സ്ലൈം എല്ലാം തന്നെ വീണ്ടും ഐറിനിൽ കൂടിച്ചേർന്ന് അത് വീണ്ടും പഴയ പോലെ ആവാനും തുടങ്ങി. ഇനി നിങ്ങൾക്ക് ആർക്കും ഞങ്ങളെ ഇവിടെ നിന്ന് തുരത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴല്ലേ നമ്മുടെ ടീംസ് വരുന്നേ. ആരാ? ഡോർട്ടും പിള്ളേരും. ഡോർട്ട് കൂടെ ഉണ്ടായിരുന്ന മിനിയൻസിനെയും കൂട്ടി അവന്റെ സ്പേസ്ഷിപ്പും എടുത്തോണ്ട് വന്നിരിക്കുകയാണ്. ഇവരുടെ അടുത്തുള്ള സ്പെഷ്യൽ വെപ്പൺ വെച്ച് അവര് ഐറിന്റെ മേല് വെടിവെക്കും. പക്ഷേ ഐറിൻ അപ്പൊ കല്ലായി പോവും, എന്നിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കും. അങ്ങനെ ഐറിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കാൻ നമ്മുടെ പിള്ളേരെ കൊണ്ട് സാധിച്ചെന്നേ. എല്ലാവരും അതുകൊണ്ട് ഭയങ്കര ഹാപ്പി. കാരണം ഡോർട്ട് അങ്ങനെ തോറ്റു പിന്മാറുന്നവനല്ലടാ. എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഹെൻറിയും ജെയിംസും വന്ന ആ സ്പെൽ ബുക്ക് വെച്ച് ഗൂമി അടക്കം 3 എണ്ണത്തിനെയും നേരെ തിരിച്ചു വിട്ടു. ആ സ്പെൽ ബുക്ക് വെച്ച് അവരെ റിട്ടേൺ ചെയ്തു. ഒക്കെ റെഡിയായി. എന്നാലും ജെയിംസിന് ഭയങ്കര വിഷമം. എന്താ കാര്യം? അവന്റെ സിനിമ എന്ന സ്വപ്നം. അപ്പോ എല്ലാവരും സർപ്രൈസ് ചെയ്യിച്ചോണ്ട് എഡ് ആ ക്യാമറ വെച്ചോണ്ട് വന്നു. ഞാനിതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ എടുത്ത ആ ഷോട്ട് എല്ലാം വെച്ച് മിനിയൻസ് ആൻഡ് മോൺസ്റ്റേഴ്സ് എന്ന സിനിമ 2 വർഷത്തിന് ശേഷം പുറത്തിറങ്ങി.
അത് കാണാൻ വന്ന കാണികളെല്ലാം ഒരുമിച്ച് പറഞ്ഞു മിനിയൻസ് സൂപ്പറാ. നമ്മുടെ ജെയിംസിന് ഓസ്കാർ ഒന്നും കിട്ടിയില്ലെങ്കിലും ഹെൻറി ഒരു കുഞ്ഞു അവാർഡ് കൊടുത്തു. അത് തന്നെ അവന് വലിയ കാര്യമായിരുന്നു. അതെ, മിനിയൻസിന്റെ കഥ ഇതാണ്. അവരാണ് ഹോളിവുഡിന്റെ ചരിത്രം തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നത് എന്ന കഥ ഇവിടെ ഒലിവിയ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. തീർത്തപ്പോ ദേ പാക്കപ്പ് എന്ന് വിളിച്ചുകൊണ്ട് ജെയിംസ് വന്നിരിക്കുന്നു. കാരണം ഇതൊരു സിനിമയായിരുന്നു, അവരുടെ മറ്റൊരു സിനിമ. അങ്ങനെ നമ്മുടെ മിനിയൻസ് എങ്ങനെ ഹോളിവുഡിന്റെ സ്റ്റാർ ആയി എന്ന ഈ ഒരു സിനിമ ഇവിടെ എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫിലിം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പോസ്റ്റ് ക്രെഡിറ്റ് സീനിലായിട്ട് ആ സ്പെൽ ബുക്ക് വെച്ച നമ്മുടെ ഗ്രൂ ആണല്ലോ ഇവരുടെ ഇപ്പോഴത്തെ മാസ്റ്റർ. പുള്ളിയെ ഒരുപാട് അബദ്ധത്തിൽ കൊണ്ടുപോയി ചാടിക്കുന്ന കുറെ സീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഒരുപാട് ചിരിക്കാനും ചിന്തിക്കാനുള്ള ഒരു സിനിമയാണിത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് പറയാ. നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മൂവീസ് എന്തൊക്കെയാണെന്നുള്ളത് കമന്റ് ആയിട്ട് പറയാം. പിന്നെന്താ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആണ്. ടാറ്റാ, ബൈ.